അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 142 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ شهداء على الناس ويكون الرسول عليكم شهيدا وكذلك വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. വകദാലിക കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. ദാലിൻ്റെ മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. ദാലായി പോവാതെ ശ്രദ്ധിക്കട്ടോ സൗണ്ട്. വകദാലിക ജഅൽനാകും. അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കട്ടോ. ജഅൽനാകും നൂനിൻ്റെ കൂടെ അലിഫ് സോയറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഉമ്മതൻ വസതൻ ലിതകൂനൂ. മീമിന് ശബ്ദ വന്നു. അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ത ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബ്യൗനയുടെ ഷമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വാവിലേക്ക് ലയിപ്പിച്ച് ഉണ്ണയോട് കൂടി ഓതിക്കൊടുക്കുക. ലയിപ്പിക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ നന്നായിട്ട് മണിച്ചു കൊടുക്കും ചെയ്യുക കേട്ടോ. ഉമ്മതൻ വസതൻ ലിതകൂനൂ. ഫതഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബിലാഉനയുടെ ഷമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ ലാമിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ മണിക്കാതെ ഓതിക്കൊടുക്കുക. വസതൻ ലിതകൂനൂ. വസതൻ ലിതകൂനൂ എന്ന് ഓതരുത്. വസതൻ ലിതകൂനൂ. കാഫിൻ്റെ കൂടെയും നൂനിൻ്റെ കൂടെയും വാവുമതാണ് വന്നിട്ടുള്ളത്. 2 സ്ഥലത്ത് നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കട്ടോ. ശുഹദാ. ദാലിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിലാണ്. 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടാൻ ശ്രദ്ധിക്കുക. അലന്നാസ് അയിനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു. അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അലന്നാസി വയകൂനർ റസൂൽ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. കാഫിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വയകൂനർ റസൂലു അലൈക്കും. റോ ശ്രദ്ധ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഓതിക്കൊടുക്കണം കേട്ടോ. വയകൂനർ റസൂലു എന്ന് പറഞ്ഞിട്ട് മണിച്ചു ഓതരുത്. വയകൂനർ റസൂലു. വയകൂനർ റസൂലു അലൈക്കും. അതിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലൈക്കും ഷഹീദ. ഹൻ്റെ കൂടെ യാമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ ഫതഹ തെൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ മദ് ഇവവാക്കിക്കൊണ്ട് 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യും. وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وما جعلنا. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മീമിൻ്റെ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ജഅൽന അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക കേട്ടോ. തൊണ്ടയുടെ മധ്യഭാഗം സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. നൂനിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി. കൊൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ. സുക്കൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക. ഖിബ്ലത്തല്ലതി. ലാമിന് ശബ്ദ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ത കൂടെ യാമദ്ദാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. കുന്ത അലൈഹ.
നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കാതെ മറച്ചു വെക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക. കുന്ത അലൈഹ, നമ്മുടെ നാവിനെ മുകളിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. അതിൻ്റെ മഹ്റജ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഹ അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസ വന്നു. മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൗണ്ട് നീട്ടിപ്പാരാണ് ചെയ്യുക കേട്ടോ. ലിനഅലമ മൻ യത്തബിഅ, അതിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. കൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. മൻ യത്തബിഉർ റസൂൽ, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബ്യൗനയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതി കൊടുക്കുക. മയ്യത്തബിഉ, നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ യായിലേക്ക് ചേർത്തി കൊടുക്കുക കേട്ടോ. മയ്യത്തബിഉർ റസൂൽ, സീനിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി, മീമിന് ശ്രദ്ധ അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിക്കുക. നൂനിനും മീമിനും ശ്രദ്ധ കണ്ടാൽ നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബ്യൗനയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. മിമ്മൻ യൻഖലിബ്, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ഖാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. യൻഖലിബു അലാ അഖിബൈഹി, അതിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. അല എന്നായി പോവരുത്. അലാ അഖിബൈഹി, ഇവിടെയും അതിൻ്റെ സൗണ്ടിനെ ശ്രദ്ധിക്കുക. ഖാഫ് സൗണ്ടിനെ ശ്രദ്ധിക്കുക കേട്ടോ. ഖാഫിൻ്റെ മഹ്റജ് വരുന്നത് അക്സൽ ലിസാനാണ്, നമ്മുടെ നാവ് അവസാനിക്കുന്ന ഭാഗം. അപ്പോൾ സൗണ്ടിനെ ആ ഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ വന്നിട്ടുണ്ട്. വഖഫും വസ്ലും അനുവദനീയമാണ്. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് ഹാഫ് സുക്കൂനാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി, അതുപോലെ വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.